കോഴിക്കോട് നാദാപുരത്ത് കാറിനുള്ളിൽ പടക്കം പൊട്ടിയതിൽ കേസെടുത്ത് പോലീസ്. പൂവുള്ളതിൽ ഷഹറാസ്, പൂവുള്ളതിൽ റയീസ് എന്നിവർക്കെതിരെയാണ് കേസ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. സ്ഫോടനത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, കാറിനുള്ളിലാണ് പടക്കം പൊട്ടിയത്. ഇതിൽ 2 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെ രാത്രിയോടുകൂടിയാണ് പേരോട് വെച്ചിട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കാറിനകത്ത് നിന്ന് പടക്കം ഉഗ്രശേഷിയുള്ളതാണ്. അത് പുറത്തേക്ക് കത്തിച്ചെറിയാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ കാറിനകത്ത് വെച്ച് തന്നെ അത് പൊട്ടുന്ന സാഹചര്യമുണ്ടായി. കാറിൽ ഉണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഒരാളുടെ കൈപ്പത്തി തകർന്നു പോകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പൂവുള്ളതിൽ ഷഹറാസ്, ഒപ്പം തന്നെ പൂവുള്ളതിൽ റയീസ്, രണ്ടുപേരും 26 വയസ്സൊക്കെ പ്രായമുള്ള ആളുകളാണ്. അവർക്കാണ് പരിക്കേറ്റത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ നിന്നും പരിക്ക് ഗുരുതരമായതുകൊണ്ട് ഷഹറാസിനെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നാദാപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ സ്വന്തം അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഇരുവരും ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നാദാപുരം പോലീസ് 10 വർഷത്തോളം തടവ് കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ട് BNS പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ കാറിൽ വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. നിരവധിയായ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ, പടക്കം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നാദാപുരം ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി വാഹനത്തിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ പോലീസ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ പരിക്ക് ഭേദമാകുന്ന സ്ഥിതിക്കായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്.